മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക്മാനിൽ കൂടെ കേട്ടുകൊണ്ട് പോണ പാട്ടായത്. അതാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ ഇങ്ങനെ വൈറലാവുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരിടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവൻ വന്ന് പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഒരു രണ്ടുപേര് പാട്ട് മൂളാവോന്ന് ചോദിച്ചു. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം പുന്നകൾ പൊതിരിനിൽ. മമ്മൂക്കയുടെ ഇഷ്ടത്തിനാണ് ആ ലിറിക്കൽ വീഡിയോ ചെയ്തപ്പോൾ അപ്പം മമ്മൂക്കയും കൂടി കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്കയും കൂടി കേട്ടപ്പോഴാണ് പറഞ്ഞേ ബാക്കി ലിറിക്സും കൂടെ ഇട്ട് പാടിപ്പിക്കാൻ പറഞ്ഞു. ഹലോ എവ്രി വൺ, കളങ്കാവൽ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു നല്ല സിനിമ മാത്രമല്ല, നമുക്കൊരു നല്ല ഗായികയെ കൂടിയാണ് കിട്ടിയിരിക്കുന്നത്, സിന്ധു ഡെൽസൺ. ഹായ് ചേച്ചി. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ട് പോകുന്നു. അതായത് നമ്മളിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നല്ലോ, ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആ ഒരു ഫീൽ എന്താ? ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എപ്പോഴും നമ്മൾ വീട്ടിലെ ജോലിയും കേട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ഇത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്തെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, ഈ ചേച്ചിയുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മോനാണ് അല്ലേ കുറച്ചുകൂടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്? മോനാണ്. മോൻ പാട്ട് നേരത്തെ അവൻ റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അവനെ ചെറുപ്പം മുതലേ ഞാൻ പാട്ടിൻ്റെ വഴിയിലൂടെ നടത്തി. കുറച്ച് നാൾ അവൻ സംഗീതം പഠിച്ചു. പിന്നെ റിയാലിറ്റി ഷോ കോമ്പറ്റീഷനൊക്കെ പാട്ടിലൂടെ തന്നെ എനിക്ക് പറ്റാത്ത ഒരു ഇത് ഞാൻ അവനിലൂടെ ആയിരുന്നു ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അല്ല അമ്മമാരെ എനിക്കാവാൻ പറ്റാത്തത് നീ അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ പഠിച്ചു വരിക. ആവാൻ പറ്റാത്ത അങ്ങനത്തെ ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ പാട്ട് എൻ്റെ ഒരു സോളായതുകൊണ്ട് തന്നെ എനിക്ക് ആ കഴിവ് എനിക്ക് ഉയർത്തി കൊണ്ടുവരണമെന്നുള്ള ഒരു ഇതിൽ ആ പാത്തിലെ ഞാൻ അവനെ കൂടെ കൊണ്ടുവരും. ഒരാള് ഹസ്ബൻഡ് ഫുട്ബോൾ പ്ലെയർ ആണ്, ഒരാൾ അങ്ങനെയും ഒരാള് അതെ 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 രണ്ടുപേരുടെ രണ്ട് ആമ്പിള്ളേരാണ് എനിക്ക്. നെവിന മൂത്തമോൻ, മെബിൻ. ഇത് അപ്പോൾ ഹസ്ബൻഡ് വോളിബോൾ, ഫുട്ബോള്, ബാസ്കറ്റ് ബോൾ അങ്ങനത്തെ സ്പോർട്സ് ആണ്. ഇവൻ പാട്ടില്ല. അപ്പം മൂത്തമോൻ എൻ്റെ കൂടെയും ഇളയത് അപ്പയുടെ കൂടെയും അങ്ങനെ പോയി. ഓക്കെ, ഇതിലേക്ക് അവസരം വരുന്നത് മോൻ വഴിയാണ്. അതായത് കുറേ സൗണ്ടുകൾ അവർ നോക്കി അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വന്നില്ല. ചേച്ചിയോട് അത് പറഞ്ഞ ആ ഒരു സമയം എങ്ങനെയായിരുന്നു? അതായത് ഇവൻ അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ പാട്ടിൻ്റെ വർക്ക് നടക്കുന്നു എന്നൊക്കെ നമുക്ക് പറയുമല്ലോ, അപ്ഡേഷൻസ് ഒക്കെ വന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരിടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവൻ വന്ന് പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഒരു രണ്ടുപേര് പാട്ട് മൂളാവോന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാധാരണ ഇവൻ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ എന്നോട് അമ്മക്ക് ആ പാട്ട് അറിയോ, പഴയ പാട്ടൊക്കെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കണതാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറ്. അപ്പം അങ്ങനെ വല്ലതും പാടിപ്പിക്കാനായിരിക്കും എന്ന് മാത്രമേ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു പുതിയ പാട്ടാണ്, ഇതിപ്പോൾ പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ അത് പറ്റത്തില്ല മോനെ, എനിക്ക് കേട്ട് കുറേ പഠിക്കണം. അപ്പം അതൊന്നും സമയമില്ല, ഇത് മമ്മൂക്കയുടെ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അമ്മ ആരോടും പറയുമൊന്നും വേണ്ട, ഇത് പടത്തിൽ ഉണ്ടാവോ ഒന്നും അറിയാൻ പാടില്ല, അവർക്ക് ഇഷ്ടപ്പെടണം, വോയിസ് ഇഷ്ടപ്പെടണം. അപ്പോൾ ഒരുപാട് പഴയ പാട്ടുകൾ പാടുന്ന ആളുടെ സൗണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് മുജിബിക്കയോട് ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. അപ്പോൾ അമ്മ ഒന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഹോം സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവനോട് വെച്ച് 2 ലൈൻ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പം തന്നെ ഞാൻ പാടി അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡയറക്ടർ ഓൾറെഡി മുജീബിൻ്റെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പം മമ്മൂക്കയും കൂടി കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്കയും കൂടി കേട്ടപ്പോഴാണ് പറഞ്ഞേ ബാക്കി ലിറിക്സും കൂടെ ഇട്ട് പാടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ പാടിയത്. പിന്നെ അതിനകത്തുള്ള ടെൻഷനില്ല, മോനാണ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, പാടി അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്താ നടന്നതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇങ്ങനെ അവരെന്തെങ്കിലും പറഞ്ഞോ, പാട്ട് പാടിയിട്ട് എന്തെങ്കിലും പറഞ്ഞോ, അത് നമുക്കൊരാകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു, അമ്മേന് ബാക്കിയും കൂടെ ഒന്ന് തമിഴ് പാട്ടൊക്കെ കേട്ടിരുന്നോ, അപ്പം അവിടെ നടക്കുന്നതായിരിക്കും ഇവൻ എന്നോട് ഓപ്പണായിട്ട് പറയാത്തത്. പറഞ്ഞതല്ലേ. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് ഞാൻ സംസാരിച്ചോളാം, ചിലപ്പോൾ നമുക്ക് പേടിച്ചിട്ട് ചിലപ്പോൾ പാട്ട് ഇതായിട്ടില്ലെങ്കിലും. അപ്പം അതുകൊണ്ട് എല്ലാം അവൻ എന്നോട് പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എന്നോട് ഇങ്ങനെ തമിഴ് പാട്ടൊക്കെ അമ്മ ഒന്നുകൂടെ കേൾക്ക്, ജാനകിയമ്മയുടെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇനിയുള്ള പാട്ടുകളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വേണമെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരേണ്ടതാണ്, ഇതെല്ലാ പാട്ടും അമ്മാനാണ് പാടുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു പേടി വന്നു. അപ്പോൾ എനിക്ക് ഓക്കെ, അപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ എവിടെയായിരുന്നു? അവിടെ പോയി ചെയ്ത് സ്റ്റുഡിയോ? എല്ലാവരും അവരോട് സ്റ്റുഡിയോയിലല്ല ചെയ്ത്, നമുക്ക് ഓൾറെഡി ഉണ്ട് സ്റ്റുഡിയോ, വീട്ടിലും ഉണ്ട്, അവിടെ വെച്ചിട്ട് തന്നെ ചെയ്ത്.
ഓക്കെ, അതുകൊണ്ട് വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ മുജീബും ജിതിനും ഒക്കെ ആയിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അവര് ഓരോ സിറ്റുവേഷനൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക്. ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ഇവരൊക്കെ പിന്നെ നേരിട്ട് കണ്ടത് എപ്പോഴും? നേരിട്ട് കണ്ടത് ലോഞ്ചിങ്ങിന്, എല്ലാവരെയും കണ്ടത് ഓഡിയോ ലോഞ്ചിങ്ങിന്. ടീസർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് എല്ലാവരെയും, എന്നെയും കാണുന്നത്, ഞാനും അവരെയും കാണുന്നത്. അതുവരെ ഫോൺ കോണ്ടാക്ട് മാത്രമായിരുന്നു. മമ്മൂക്കയും കണ്ടത്? അതെ അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്കയെ കണ്ടെന്ന് വെച്ചാൽ മമ്മൂക്ക ഓൾറെഡി പാട്ട് കേട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര. വിളിച്ചായിരുന്നു അതിന് മുമ്പ് ഫോൺ? ഇല്ല, വിളിച്ചിട്ടില്ല. അവര് മമ്മൂക്ക ഇവിടെ ഈ ഫിലിം മൊത്തം കാണാൻ വരുമല്ലോ, മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട്. അപ്പൊ മമ്മൂക്ക വന്ന് ഈ പാട്ട് മമ്മൂക്കയുടെ സാങ്ഷനോടുകൂടിയാണ് ലിറിക്കൽ വീഡിയോ ഇട്ടത്. അപ്പൊ അതറിഞ്ഞപ്പോ എനിക്ക് ഈ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇടാനുള്ള ഒരു ഐഡിയാസ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ മമ്മൂക്കയുടെ ഇഷ്ടത്തിലാണ് ആ ലിറിക്കൽ വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര, അത് അന്നത്തെ ദിവസം തന്നെ ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ. എന്നാലും മറ്റുള്ളവരൊക്കെ ഓടി വന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഒരുപാട് അതിലുള്ള മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ച നടിമാരുണ്ടല്ലോ, 21 പേരുണ്ട് ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് സംസാരിച്ചു എൻ്റെ അടുത്ത്. ഓക്കെ, ഈ ലിറിക്കൽ വീഡിയോ ഇറങ്ങുന്നത് വരെ ഇതുണ്ടോ ഇല്ലയോ അങ്ങനത്തെ സംശയമൊക്കെ ഉണ്ടായിരുന്നു? അത് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഉണ്ട് പാട്ട്, നമ്മുടെ പാട്ട് ഉണ്ടെല്ലാം എന്ന് മോനെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സിനിമയിൽ എങ്ങനെയാണ് ഇത് കേൾക്കണേന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഭയങ്കര വൈറലായിരുന്നല്ലോ, അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അതിനുശേഷം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ തന്നെ ഇത് പാടിയിട്ട് ഇത്രയും പേരെ ഏറ്റെടുത്തു. അത് എനിക്ക് ചിലപ്പോൾ എനിക്ക് അങ്ങനെ വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടുണ്ടാകത്തില്ലായിരിക്കും. ഞാനിങ്ങനെ വൈറലാവുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ തോന്നി, ഉള്ളിലുള്ള സന്തോഷമുണ്ട്. അതായത് കുറേ ഫ്രണ്ട്സൊക്കെ, ഉറങ്ങിക്കിടന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ പണ്ടത്തെ, അവരൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സ്കൂളിലും കോളേജിലൊക്കെ പാടുമായിരുന്നു? സ്കൂളിൽ ഞാൻ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തി. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഈ പാട്ടിനോടുള്ള ഇത് നിർത്തിയിട്ട് തനിയെ പാടി തനിയെ ആസ്വദിക്കുക, അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു. സ്കൂളുണ്ട്, വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രൂപ്പായിരുന്നു അത്, സിംഗേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു പ്ലാറ്റ്ഫോം. ഇതിനകത്ത് ഈ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം അതായിരുന്നു. നമ്മുടെ സന്തോഷം എല്ലാ ദിവസവും രാത്രി 1 മണി 2 മണി വരെ ഞാൻ ഈ സ്കൂളിൽ മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ പാടും. ആക്റ്റീവായിരുന്നു നല്ല. എൻ്റെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയണേ. അപ്പം അതിപ്പോഴും എനിക്ക് അത് സ്നേഹത്തോട് കൊണ്ടുപോകാൻ ഇഷ്ടം. കാര്യം ചെറിയൊരു നമുക്കുള്ള ഒരു കഴിവ് അതിലൂടെ ഞാൻ നിലനിർത്തി കൊണ്ടുവന്നുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഇത് കിട്ടിയത് എനിക്ക്. ഓക്കെ, ഇപ്പൊ കുറെ നാളായിട്ട് ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ കാര്യങ്ങളായിട്ട് ജീവിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഈ പാട്ട് ഇറങ്ങി വൈറലായപ്പോ അറിയാത്ത ആളുകളുടെ ഒക്കെ മെസ്സേജ് ഒക്കെ വരും? ഒത്തിരി വന്നിട്ടുണ്ട്, ഒത്തിരി. അതിപ്പോ വരുന്നത് ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, അവരാണ് പറഞ്ഞത് ഞങ്ങള് ചേച്ചി ലൂപ്പായിട്ട് കേൾക്കുന്നത് റിംഗ് ടോൺ ആണ്, എന്തോ ഒരു വോയിസാ ചേച്ചിയുടെ, ചേച്ചി ഇത്രയും നാളെ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര. അവർക്ക് സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഓടി ഞങ്ങള് ഈ പാട്ട് കേൾക്കാനാ വന്നത്. ഓരോരുത്തർ വിളിച്ചവരാണ്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഈ പാട്ട് ഫുള്ള് കാണിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങൾ ഓടി വന്നിട്ട് ഇത് പാടിയ ആളെ അന്വേഷിച്ച് നടക്കുമായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് എല്ലാവർക്കും ഞാൻ മാക്സിമം കുത്തിയിരുന്നിട്ട് റിപ്ലൈയും കൊടുക്കും. അത്രയും അവര് സമയം കണ്ടെത്തി നമ്മുടെ പാട്ട് കേട്ടിട്ട് അത്രയും ഞാൻ കുത്തിയിരുന്ന് ഞാൻ റിപ്ലൈയും കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ ഈ പിന്നണി ഗായിക എന്നുള്ള ആ ഒരു സംഭവം അതിലേക്ക് ആയി കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി ഈ കരിയർ ഇങ്ങനെ കൊണ്ടുപോകാനാണോ? പാട്ട് ഞാൻ പഠിക്കാൻ ചേർന്നു. മുമ്പ് പഠിച്ചിട്ടില്ല? 2 വർഷത്തോളം ബേസിക് ഞാൻ പഠിച്ചിട്ടുണ്ട്. സരിഗമ സപ്തസ്വരങ്ങള് നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിന് വന്നാൽ പാടാൻ പറ്റിയ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പാടും. അതിനുവേണ്ടി എവിടാ പാട്ട് പഠിക്കാൻ ചേർന്നത്? ഹരിപ്പാട് തന്നെ ഒരു സാറ് മ്യൂസിഷ്യനായിരുന്നു. സാറിൻ്റെ അടുത്ത് മോനോടെ തന്നെ പഠിച്ചിരുന്നേ. അവിടെ തന്നെ പോയി ഞാൻ ചേർന്നു. അപ്പോൾ സാറ് പറയുമായിരുന്നു, എനിക്ക് ആദ്യം ഈ പാട്ട് ഇറങ്ങിയപ്പോൾ സാറാണ് എന്നെ ആദരിച്ചത്, മൊമെൻ്റോ ഒക്കെ തന്നിട്ട്. സാറിൻ്റെ അടുത്ത് ഞാൻ പോയില്ലെങ്കിലും നാട്ടിൽ നിന്ന് എൻ്റെ മോൻ അന്ന് മുതൽ മോൻ്റെ ഒപ്പം പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഏറ്റവും ആദ്യം ഈ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയതിൻ്റെ
അന്ന് രാത്രി തന്നെ സാർ അവിടെ എല്ലാവരെയും വിളിച്ച് പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് എനിക്കൊരു മൊമെന്റ് വന്ന് തന്നെ ആദരിച്ചായിരുന്നു. ആദ്യത്തെ ഗിഫ്റ്റായിരുന്നു അത്. അതെ, സാറിന് ഈ സമയത്ത് ഞാൻ ഓർക്കുവാണ്. വിനോദ് സാർ എന്ന പേര്. നമുക്ക് രണ്ടുപേരും കേട്ടാലോ. നിലക്കായാണ്. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം പുന്നകை പുതിരിനിൽ തടമാറും இதயம் இந்த நாளில் வந்து சேரும் நம் காதல் സംഗമം. തമിഴൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അതെ. ഇത് പഠിച്ചതാണോ? ഇത് പഠിച്ചെന്ന് ഓൾറെഡി ഞാൻ തമിഴ് പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. ജാനകിയുടെ പാട്ടൊക്കെ പാടാറുണ്ട്. ചേച്ചി സംസാരിക്കുമ്പോ ഒരു വോയിസ് പാടുമ്പോ വേറെ വോയിസ് പെട്ടെന്ന് അതിന്ന് ചേഞ്ച് ആവും. ഭയങ്കര രണ്ട് അതെല്ലാരും പറയും. എങ്ങനെ എല്ലാരും പറയും, ചിലവര് പറയും അങ്ങനെ ആക്കി പാടുന്നെന്ന്. പക്ഷെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് പാടുന്നത്. എനിക്ക് എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാ പാട്ടുകളും റെക്കോർഡ് പിച്ചിൽ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പാടുമ്പോ ചിലപ്പോ ആ വോയിസ് വരണതായിരിക്കും. നമ്മൾ പാടാൻ വേണ്ടി ഇങ്ങനെ ശബ്ദം ഒതുക്കുന്നതാണ്. എപ്പോഴും നമ്മൾ പാട്ട് പഠിക്കുമ്പോ ഇങ്ങനെ തുറന്ന് പാടുന്നല്ലേ അത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ചേച്ചിയുടെ ശബ്ദവും അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ടോ? ഉണ്ട്. ചില പാട്ടുകൾ പാടുമ്പോ ഇപ്പോ പാതിരാവായ നേരം, പിന്നെ ചിന്ന ചിന്ന അസേക്കപ്പെടുമ്പോൾ ചേച്ചിയുടെ വോയിസാന്ന് ചിലർ പറയും. ചിലപ്പോൾ ഈ സ്വർണ്ണമുഖിൽ അങ്ങനെയുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ജാനകിയമ്മയുടെ വോയിസാന്ന് പറയും. ഞാൻ പക്ഷേ ഹിന്ദി, തമിഴ്, എല്ലാ ശ്രേയ ഘോഷാലിൻ്റെ പാട്ടുമൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം ട്രൈ ചെയ്യും. ഈ ജാനകിയമ്മ വാണിയമ്മയൊക്കെയാണോ ഭയങ്കര ഇഷ്ടമുള്ള? പണ്ട് മുതലേ അവരുടെ സോങ്സ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. വാണിയമ്മനെ ഒരുപാട് ഇഷ്ടമാണ്. വാണിയമ്മയുടെ പാട്ട് ഞാൻ ഒരുപാട് വാണിയമ്മയുടെ പാട്ട് പാടുമ്പോൾ എല്ലാവരും പറയും വാണിയമ്മയുടെ വോയിസ് ആണ്. അതായത് ആ പണ്ടത്തെ ഒരു വിന്റേജ് ടച്ച് എന്ന് പറയില്ലേ, ആ ഒരു വാണിയമ്മയുടെ വോയിസ് ആണെന്ന് പറയാറുണ്ട്. ബോലേരെ പപ്പിഹര, പിന്നെ കദളി തെങ്കദളി, ആ പാട്ട് ഒക്കെ പാടുമ്പോൾ വാണിയമ്മയുടെ വോയിസ് ആണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ എന്നുള്ള പാട്ടൊക്കെ. അതെനിക്കറിയില്ല, മറ്റേ കദളി ചെങ്കദളി അറിയാം. ഓക്കെ ചേച്ചി, ആ ഒരു സോങ്സ് ആണല്ലോ എപ്പോഴും പ്ലേലിസ്റ്റിൽ കൂടുതൽ. പഴയ പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നല്ല മെലഡിയുള്ള പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. സുജായച്ചിയുടെയും ചിത്രേച്ചിയുടെയൊക്കെ നല്ല മെലഡി ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട്. മെലഡീസ് ആണോ ഇഷ്ടം കൂടുതൽ? ഫാസ്റ്റിന് ചേർന്ന ഒരു വോയിസ് അല്ല എന്റെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മളിങ്ങനെ ഇനി ഇതൊരു കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പഠിക്കണം. അതെ, ഫാസ്റ്റ് നമ്പേഴ്സും കരിയറായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് അതിനുള്ളൊരു ഗട്ട്സ് കുറവാ. കാര്യം ഈ ഓഡിയൻസിന് മുമ്പിൽ എനിക്ക് പാട്ട് വരത്തില്ല. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. അതൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനുള്ളൊരു. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂസ് ചെയ്തു വന്നോണ്ടാണ് കുറച്ചെങ്കിലും ഒരു അല്ല, നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന കണക്കായിരിക്കുമല്ലോ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്യുമ്പോ. ഇപ്പൊ നേരത്തെ മോനായിരുന്നല്ലോ സാധാരണ അവിടെ ഒരു മ്യൂസിക്. അവനപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇതിനിപ്പൊ അമ്മയെ ആരെങ്കിലും വിളിച്ചാല് എനിക്ക് കൂടെ വരാൻ പറ്റില്ല. അപ്പൊ അവര് പറയണ പോലെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പാടിക്കൊടുക്കാനുള്ള ഒരു ഇത് ഇപ്പോഴേ അത് ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ, എപ്പോഴും ഞാൻ കൂടെ വരില്ല എന്നൊക്കെ അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവനുള്ളതുകൊണ്ട് എനിക്ക് പേടിക്കാതെ അവൻ പറയണനുസരിച്ച് പാടാൻ പറ്റി. പക്ഷേ അത് വേറൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം മെനക്കെടുത്ത് അവർ ചിലപ്പോൾ പെട്ടെന്ന് പാടേണ്ടവർ. സാധാരണ സിംഗേഴ്സ് വേഗം വരുന്നു, പാട്ട് പാടി അങ്ങനെ പോകുന്നു, അങ്ങനെയല്ലേ. ആ ഒരു ടെൻഷൻ വരും. ടെൻഷനുണ്ട്. വേറെ ആളുടെ മുന്നിൽ പാടാൻ കുറച്ച് ടെൻഷനുണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോണ്ട് ചിലപ്പോ ഇച്ചിരിയൊക്കെ ധൈര്യം വരുമായിരിക്കും. അവിടെ അവര് പറയുന്ന സാധനം കിട്ടുന്ന വരെ അവര് ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യം കുറച്ച് നാൾ മോനെയും കൂട്ടി പോയിക്കോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുള്ള ആൾക്കാരെ ഫ്രണ്ടിൽ കാണുമ്പോൾ. അവൻ പറയണത് അങ്ങനെയല്ല, ഒറ്റയ്ക്ക് പോയി അതാണ് ഒരു സിംഗർ ചെയ്യണ്ടേന്ന് വെച്ചാല് പ്രൊഫഷണലി അതാണ്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും ഇതായതുകൊണ്ട് ഇനി എൻ്റെ ആവശ്യമില്ല. ഇനി അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അത് അമ്മ കൊണ്ടുവരണം മുൻപിൽ എന്ന് പറയപ്പെടും. ഓക്കെ ചേച്ചിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ ലൈവായിട്ടൊക്കെ ഇപ്പൊ ഈ പാട്ടൊക്കെ ഇത്രയും വൈറൽ ആയതുകൊണ്ടേ എനിക്ക് തോന്നുന്നു ഇതുപോലെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് ഒന്ന് പാടാൻ പറഞ്ഞത് എങ്ങനെയാണ് അപ്പൊ വരുന്ന മാനസികാവസ്ഥ എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോ പാടുമായിരിക്കും. ഇപ്പൊ ലോഞ്ചിങ്ങിന് തന്നെ എനിക്ക് പാടാൻ ഇച്ചിരി ഭയങ്കര പേടിയുണ്ടായി. മമ്മൂക്ക ക്യാമറാസ്, മമ്മൂക്ക, വേറെ ഡയറക്ടേഴ്സുമാരൊക്കെ ഇരിക്കുന്നു, സിംഗേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്.
അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. പിന്നാലും പാടി പാടി ഒന്നും ആലോചിച്ചില്ല. ഓക്കെ, ഏതെങ്കിലും സിംഗേഴ്സ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചായിരുന്നോ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പാട്ട്? സിംഗേഴ്സ് എന്ന് വെച്ചാൽ മ്യൂസിഷ്യൻസ് മോൻ്റെ നമ്പറിൽ അയച്ചിട്ടുണ്ട്. എനിക്ക് അവർക്ക് എന്ന് വെച്ചാൽ അവർ ഫിലിം ഫീൽഡിലുള്ളതുകൊണ്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ സ്റ്റാർസ് ഈ ആക്ട്രസ്സുമാർ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പാട്ട്. നല്ല നല്ല ഭയങ്കര ഞങ്ങൾക്കൊക്കെ ചെവിയിൽ നിന്ന് ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർത്ത് വെക്കാനുള്ള ഏതെങ്കിലും പേരുണ്ടോ ഇപ്പോൾ ആക്ട്രസ് എന്ന് പറയുമ്പോൾ? അവരൊക്കെ മമ്മൂക്കയുടെ ഇതിൽ ഗായത്രി അരുൺ, ഓക്കെ, ആ സിനിമക്കകത്തുള്ള അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചിക്ക് നമുക്ക് എപ്പോഴും ചേച്ചി കേൾക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് രണ്ടുപേരെയും കൂടെ പാടാൻ പറ്റുമോ? നിന്നെ പോൽ താഴത്ത് തത്തമ്മ കുഞ്ഞൊന്ന് കൊഞ്ഞനം കാട്ടുന്നു എന്നെ നോക്കി. നിന്നെ പോൽ താഴത്ത് തത്തമ്മ കുഞ്ഞൊന്ന് കൊഞ്ഞനം കാട്ടുന്നു എന്നെ നോക്കി. മിനിമോൾ തൻ ചിരി കാണാൻ കിളിമകളെ കളമൊഴി എന്നോമൽ പൊൻതൂവൽ അന്നു നീ ചാർത്താൻ കിളിയെ കിളിയെ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഓക്കെ, ഇതിന്റെ പുതിയ പുതിയ വേർഷൻ കേട്ടായിരുന്നോ കിളിയെ കിളിയുടെ? ഇല്ല, ലോകയിലുണ്ടായിരുന്നില്ലേ? ആണോ? ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയ പടത്തിലുണ്ടായിരുന്നു. അതെ അതെ. അത് കേട്ടായിരുന്നോ? ഇല്ല ഇല്ല, പറഞ്ഞു എന്നോട് എല്ലാരും പറഞ്ഞു കിളിയെ കിളിയന്റെ ഇത് ലോകയിലുണ്ടെന്നുള്ളത്. മോനും പറഞ്ഞു. അത് പക്ഷെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടല്ലേ? അത് പുതിയ വേർഷൻ. അതൊന്ന് ഈ ഒരു മൂഡല്ലല്ലോ അത്, അങ്ങനെ അങ്ങനെ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഈ നിലാക്കായും പാടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏതെടുത്തപ്പോഴും, അല്ലെങ്കിൽ ഏത് ലിറിക്ക് അല്ലെങ്കിൽ ഏത് ഭാഗം പാടുമ്പോഴാണ്? ഈ നിലാക്കായും തന്നെ എടുത്തപ്പോഴും. നിലാക്കായും ഞാൻ അത് എന്താന്ന് വെച്ചാല് ആദ്യം വേറൊരു ലിറിക്സ് ആയിരുന്നു അതിനകത്ത്, മഴയത്തൂകും അങ്ങനെ ഒരു ലിറിക്സ് ആയിരുന്നു ആദ്യം. പിന്നെയാണ് ലിറിക്ക് മാറ്റിയത്. അപ്പോൾ ആ ഒരു ലിറിക്സ് ആയിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നു വെച്ചേ. ആദ്യം വേറെ തന്നിട്ടുണ്ടായിരുന്നു, വേറെ ഒരെണ്ണമാണ് ട്രയൽ നോക്കാൻ വേണ്ടി തന്നിരുന്നേ. പിന്നെ ഹം ചെയ്താ തന്നേ പിന്നെ. അപ്പം അതിനനുസരിച്ച് ലിറിക്സ് തന്നപ്പോൾ അത് പാടിയെടുക്കാൻ ഇച്ചിരി നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കുറവാണല്ലോ. അപ്പം അത് പാടിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ. പിന്നെ ശ്രീരാഗിൻ്റെ കൂടെയുള്ള എൻ വൈകൈ നദിയെ, അതാണ് കുറച്ചിരി ഡ്യുവറ്റ് പാടിയത്. അതാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ലിറിക്സ് അധികം ഉണ്ടായതുകൊണ്ട് കുറച്ച് പാടാൻ ഇച്ചിരി പഠിക്കാനൊരു ഇച്ചിരി ഇതുണ്ടായിരുന്നു. സമയം എടുത്തു. എത്ര ടൈം എടുത്തിട്ടുണ്ടാവും റെക്കോർഡ് ചെയ്യാനായിട്ട്? റെക്കോർഡ് ചെയ്യാനൊരു 1 മണിക്കൂർ അത്ര എടുത്തു. അത്രയും ശരിക്കും അത്രയും പാടില്ല, അതിലും കുറവായിരിക്കണം. അല്ല, പിന്നെ നമ്മള് വീടായതുകൊണ്ട് ആ ഒരു ആംബിയൻസിൽ പതുക്കെ ഇരുന്ന് അങ്ങ് റിലാക്സ് ചെയ്ത്. അന്ന് എനിക്ക് ചുമയുണ്ടായിരുന്നു. അപ്പം ഡയറക്ടറോട് വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ചുമയുണ്ട് പിച്ചിട്ട്. അപ്പം അവർ അതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. സൗണ്ട് ഓക്കെ ഇട്ട് പാടിപ്പിച്ചാൽ മതി, പേടിയുമുണ്ടല്ലോ. അപ്പൊ അവര് പറയണതൊന്നും എന്നോട് പറയണ്ട, അവര് തമ്മിൽ സംസാരിക്കണത്. അപ്പൊ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടേ ഇല്ല, അതെല്ലാം മോനാ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി വരുന്ന വർക്കുകൾ സ്വന്തമായിട്ട് ഡീൽ ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? അതെ, അതിനൊക്കെ പ്രിപ്പയർ ആയോ? ഇപ്പൊ എനിക്ക് ഇച്ചിരിയൊക്കെ ധൈര്യമുണ്ട്, കാര്യം ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പാടി. അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഉള്ളപ്പോ എനിക്ക് പ്രശ്നമില്ല. ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ചേച്ചി കുറെ വർഷങ്ങളായിട്ട് ഈ പാട്ട് വിട്ട് നിൽക്കുമായിരുന്നല്ലോ. ബാക്കിയുള്ള സംഭവങ്ങൾ ഇപ്പൊ സ്മ്യൂളിലും കാര്യങ്ങളിലൊക്കെ വരുന്നത്. പിന്നെ ഉള്ളത് വീട്ടിലെ മൂളിപ്പാട്ടുകളായിരുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ ടി വിയിൽ ഞാൻ കൂടുതൽ ഡിവോഷണൽ സോങ്സ് വെക്കും. എപ്പോഴും ചിത്രേച്ചിടെ പൈതലാമേശുവേ, കാൽവരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ വെച്ച് കേൾക്കും. എപ്പോഴും പാട്ടാണ്. ഞാൻ സീരിയല് വേറെയുള്ള ന്യൂസ് കേൾക്കും, അല്ലാണ്ട് വേറെ ഒന്നും ടി വിയിൽ കാണാറില്ല. സിനിമയും അപൂർവ്വമേ കാണത്തുള്ളൂ. പാട്ടാണ് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. കളങ്കാവല് കണ്ടല്ലോ? കളങ്കാവല് കണ്ടു. അത് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ്. ആദ്യത്തെ ദിവസം തന്നെ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാണ്, നമ്മുടെ പാട്ട് എങ്ങനെയാ വരുന്നതെന്നുള്ളേ. പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് നമ്മുടെ സ്വന്തം ശബ്ദം ഇങ്ങനെ കേൾക്കാം. അതെ അതെ അതെ. ചേച്ചി ആളുകളെയൊക്കെ ശ്രദ്ധിച്ചു? അവരെങ്ങനെ ശ്രദ്ധിച്ചോന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ കയറി കുറച്ച് മുൻപേ ഞങ്ങൾ പോയത്. ടെൻഷൻ കൊണ്ട് എനിക്ക് ഇച്ചിരി നേരത്തെ പോയി ഇരുന്നു അവിടെ. തിയേറ്ററില്
തിയേറ്ററിൽ. ഫാമിലി ആയിട്ടല്ലേ പോയെ? ഫാമിലി ആയിട്ട്, ഇളയ മോനും ഹസ്ബൻഡും മാത്രമേ ഉള്ളല്ലോ അവിടെ. അപ്പോൾ അന്നേരം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിരുന്നപ്പോൾ രണ്ടൊരു ഫാമിലി തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണ്ടായിരുന്നു നന്നായിട്ട്. ഞാൻ പെട്ടെന്ന് ഞാൻ രാത്രിയാണ് ബുക്ക് ചെയ്തത്, അഥവാ ആരെങ്കിലും അറിഞ്ഞാൽ ഓടി വരണ്ട. എൻ്റെ വിചാരം ഈ യൂട്യൂബേഴ്സൊക്കെ വരുമല്ലോ മൈക്കും കൊണ്ടൊക്കെ, അപ്പോൾ അവരോട് വഴണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ രാത്രി പോയത്. അപ്പോൾ രാത്രി വരും രാത്രി. അപ്പോൾ ഞാനിങ്ങനെ ഒതുങ്ങിയിരുന്നപ്പോൾ ഇവരെന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു കുറേ. അപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ സിനിമ തുടങ്ങിയപ്പോൾ ഓടി സീറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയിരുന്നു. പക്ഷേ അവരെന്നെ പരിചയപ്പെടാൻ വേണ്ടി നോക്കിയിരുന്നപ്പോൾ അവർ ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടൊക്കെ, മാഡം ആയിരുന്നു നിലാക്കായും പാടിയേക്കുന്നത്, ഞങ്ങൾ ലോഞ്ചിങ് കണ്ടായിരുന്നു. അപ്പം ലോഞ്ചിങ് കണ്ടായിരുന്നപ്പോൾ എനിക്ക് ടെൻഷനായി. അയ്യോ അന്നവിടെ പാടിയപ്പോൾ പാടി പേടിച്ചിട്ടൊക്കെ ഇച്ചിരി പാടിയത് കയ്യിൽ പോയോ സംശയം. അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി വന്നേ. ഒരുപാട് സന്തോഷം, ഭയങ്കര രസമായിരുന്നു പാട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ എന്നെ പരിചയപ്പെട്ടായിരുന്നു അവിടെ വെച്ച്. പിന്നെ സ്ക്രീനിൽ വന്നപ്പോൾ അതൊന്നും കൂടെ എനിക്ക് അതെന്താ അവിടെ നിന്ന് ഭയങ്കര സന്തോഷം. അത് ഈ പാട്ട് എന്ന് പറഞ്ഞ ആദ്യം ഈ സിനിമയുടെ ഒരു മൂഡ് നമുക്ക്, അതായത് ഇപ്പൊ ഹൊററാണോ എന്താന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത്. അത് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പലയിടത്തും ഇത് ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യുന്നു. എന്നെ സ്കൂളിലുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ മമ്മൂക്കനെ കൊലക്കൊടുക്കാൻ വേണ്ടിയാണോ ഈ പാട്ട് പാടി വെച്ച്? അതുപോലെ ഹൊററായിട്ടുള്ള ഒരു പാട്ട് പാടി വെച്ച് പല സ്ഥലങ്ങളിലും വരുന്നുണ്ടല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും ഈ പാട്ടാണ് വരുന്നത്. ചേച്ചിയോട് എന്താ പറഞ്ഞത്? അതായത് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് പലയിടത്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ വരുന്ന പോലെ അല്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുമ്പോൾ. എന്നോട് പക്ഷെ പറഞ്ഞിരുന്നത് സിറ്റുവേഷൻസ്, അതായത് മമ്മൂക്ക ട്രാവൽ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക്മാനിൽ കൂടെ കേട്ടോണ്ട് പോണ പാട്ടായത്. അതാണ് എന്നോട് പറഞ്ഞിരുന്നത്. ചിലപ്പോൾ ബാക്കിൽ നിന്നുള്ള വോയിസ് ആയിരിക്കും, ചിലപ്പോൾ സ്ക്രീനിൽ മൊത്തമായിട്ട് വരണം എന്നില്ലെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് മോൻ പറഞ്ഞിരുന്നത്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ അത് ഭയങ്കര പീക്കിലല്ലേ അത് ആ പാട്ട് അന്നേ. അപ്പോൾ ഭയങ്കര ഇതായി. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്നുള്ളത് ഇത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ ആ ഒരു പാട്ട് പലയിടത്ത് യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് അത് ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ട്. ചേച്ചി എന്നെ അത്ഭുതപ്പെട്ടോ ഇത് രണ്ടെന്നുള്ളത്. അതെ, മന്നനൈ പാടിയിട്ടുണ്ടല്ലോ അതിനകത്ത്. അത് പക്ഷെ ഒരു സ്ഥലത്തേ ഉള്ളൂ മന്നനൈ എന്നുള്ളത്. ബാക്കിയൊക്കെ നിലാക്കായോ വരുന്നത്. നിലാക്കായാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് വന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇൻവൈകൈ നദിയും ഒരു സ്ഥലത്ത് പ്ലേസ് ആയിട്ടുണ്ട്, ശ്രീരാഗായിട്ട് പാടിയത്. അത് നല്ല പാട്ടാണ്. പേഴ്സണലായിട്ട് ഫേവറേറ്റ് ഏതായിരുന്നു ഇതിൽ ഈ 3 പാട്ടുകൾ എടുത്ത്? എനിക്ക് നിലാക്കായി ഇഷ്ടമാണ്. ശ്രീരാഗിന്റെ കൂടെ പാടിയ പാട്ട് ഒന്നും കൂടെ ഇഷ്ടമായിരുന്നു. അവനും അതായിരുന്നു ഇഷ്ടം. ലോഞ്ചിങ്ങിന് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പാട്ട് അവൻ പാടുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞു എനിക്ക് ചേച്ചിയുടെ കൂടെ ഡ്യുവറ്റ് പാടണം എന്നായിരുന്നു പറഞ്ഞ്. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തിരുന്ന് തന്നെ പാടിയേ. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അവന്. ഓക്കെ. ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇതിപ്പോ ഇത് കരിയറായിട്ട് എന്തായാലും ഇതിപ്പോ കോൾസ് വന്നോ? ആരെങ്കിലും വിളിച്ചോ? ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പുതിയ ഓഫേഴ്സ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല. തമിഴിന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരാണ് വിളിച്ചത്. കൺഫേം ആയിട്ടില്ല. അപ്പൊ അവര് സിനിമയിലൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മോന്റെ നമ്പർ തരാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ആരും വിളിച്ചിട്ടില്ല. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? ഇല്ല പറഞ്ഞിട്ടില്ല. ഓക്കെ. അല്ല, ഇതിപ്പോ നമ്മൾ ഇത് കരിയറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ നിന്ന് പാടണമല്ലോ. അതിന് എന്ത് പ്രിപ്പറേഷൻസ് എടുക്കണേ? അതിനിപ്പോ ധൈര്യം വരുത്താന്ന് ഞാൻ വിചാരിച്ചു. അല്ലാണ്ട് ഞാൻ ഒന്നും നോക്കൂല പാടുന്നു. ഓക്കെ, പാടി വരുമായിരിക്കും ചിലപ്പോ. അതാ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഇരുന്ന്. ചേച്ചി ഇപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന കണക്കല്ലല്ലോ അല്ല ഇപ്പൊ ഇരിക്കുന്നത്. അതേറ്റും കൂടെ ഫ്രീ ആയി. അതെല്ലാരും പറയുന്നുണ്ട്. ആ പേടിയൊക്കെ മാറി പാട്ട് പാടുമ്പോഴും ആ ഒരു ഇതില്ലാണ്ടൊക്കെ പാടുന്നതെന്നൊക്കെ ഇന്റർവ്യൂസിലൊക്കെ. അതുകൊണ്ട് ഇച്ചിരി ധൈര്യം വന്നു. അപ്പൊ അതും മറ്റേത് അതുപോലെ തന്നെ വരുമായിരിക്കും. അതെ, പാടിയൊക്കെ സെറ്റാ. ഏതെങ്കിലും ഇങ്ങനെ ഇപ്പൊ ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന അവരാരെങ്കിലും കോണ്ടാക്ട് ചെയ്തു അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ സിംഗേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്യാനൊക്കെ? അതായത് ഞാൻ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആ ഇക്കാണെങ്കിൽ ഈ ഫിലിമിൻ്റെയൊക്കെ ഡയറക്ടറാണെന്ന് തോന്നണേ ഏതോ ഫിലിമിലേക്ക്. പുള്ളിക്ക് എങ്ങനെ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ വർഷങ്ങളായി ഞാൻ അതിനകത്തൊക്കെ ഇല്ല, അതിനകത്തുനിന്നൊക്കെ ഞാൻ പോന്നു ശരിക്ക്. പക്ഷെ അന്വേഷിച്ച് പിടിച്ച് വന്ന് ഞങ്ങളറിയോ സിന്ധു അറിയോ ഞങ്ങളെയൊക്കെ? ഇത് ഒരു ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ മറന്നുപോയി അവരെയൊക്കെ. ഫോട്ടോ ഇട്ട് തന്ന് കാണിച്ചു. അവരപ്പോൾ ഇന്നലെ എന്നെ കൊണ്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു.
ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെന്താ ഞാൻ വരാം എന്ന്, നമ്മൾ അതിലാണ് എൻ്റെ പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ, തീർച്ചയായിട്ടും ഞാൻ വരാം എന്നെ അതിൽ ആഡ് ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ ആ സന്തോഷം കാണുമ്പോൾ, അതായത് ഇത്രയും പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അറിയണ ഒരാളാവുമ്പോൾ അവർക്കൊക്കെ ഒന്നും കൂടി ഒരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഞാൻ ഇന്നലെ നല്ലപോലെ അനുഭവിച്ചു അത്, ആ ഒരു കുറെ കാലത്തിന് ശേഷം അല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പാട്ട് വൈറലായ ശേഷം കുറെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും. അതെ അതെ, എല്ലാവരും UK നിന്നൊക്കെ എനിക്ക് വിളിച്ചായിരുന്നു തന്നെ. US UK നിന്നൊക്കെ എന്നെ എല്ലാരും വിളിച്ചായിരുന്നു. എല്ലാരും ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഇതിന്റെ പുറകിലുള്ള ശബ്ദം ആരാണ്. പക്ഷെ എന്റെ വോയിസ് എല്ലാവർക്കും തിരിച്ചറിയുമായിരുന്നു. പിന്നെ UK നിന്ന് വിളിച്ച ചേച്ചി വർഷങ്ങളായിട്ട് ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. പക്ഷെ ഈ പാട്ട് കേട്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് നമ്മുടെ സിന്ധു പാടിയ പാട്ടാന്ന് തോന്നുന്നു, നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് രാത്രി എന്നെ വിളിച്ചു ഇന്നലെ 1 മണിയായപ്പോൾ, ഈ മോള് പാടിയതായിരുന്നു, ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു അവളുടെ സൗണ്ടാണല്ലോ ഇത് വരുന്നതെന്ന്. ഗ്രൂപ്പിലൊക്കെ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയും, ഒരു യുണിക്ക് വോയിസാന്ന് പറയാറുണ്ടായിരുന്നു ആ സമയത്ത്. ചേച്ചി ആ സമയത്ത് സിനിമയിൽ ട്രൈ ചെയ്തിട്ടില്ല പണ്ട്? ഇല്ല ഒന്നുമില്ല. ഇല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഇത് എന്റെ മൈൻഡിലേ വന്നിട്ടില്ല. അതായത് കോളേജിൽ സ്കൂളിൽ ആസ് യൂഷ്വൽ എല്ലാ പിള്ളേരും ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ. അതെ, ഈ അടുത്ത് വരെ വന്നിട്ടില്ല. ഇതിൽ ഇവൻ ഇങ്ങനെ 2 പേര് പാടിയെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇതിപ്പോ ഒരു ഭാഗ്യവും കൂടി വേണമല്ലോ ഇതിൽ വരാനായി. നമുക്കൊരു സമയമുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഒന്നും കൂടി പാടുന്നേ. ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പാടിപ്പാടി മറ്റേത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് പാടുന്നേ ഇപ്പോഴാണ്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പാട്ട് ഇരുന്ന് പഠിക്കണ ഒരു സ്വഭാവം എനിക്കില്ല. ഇങ്ങനെ നടന്നൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും സിംഗേഴ്സൊക്കെ പാടുന്ന കേൾക്കും ആദ്യം പോയിട്ട്. ആ പാട്ട് ഇഷ്ടപ്പെട്ട ഉടനെ അത് അവരുടെ തന്നെ കേട്ട് പഠിച്ചിട്ട് ഒറിജിനൽ കേൾക്കുന്നേ പോയിട്ട്. അപ്പോൾ അവനത് എന്നോട് പറയും, അമ്മ ആദ്യം ഒറിജിനൽ കേട്ട് പഠിക്ക്. അവർ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ തെറ്റുമല്ലോ, എല്ലാവർക്കും തെറ്റ് പറ്റുമല്ലോ, പിന്നെ അത് തിരുത്താൻ നമുക്ക് പാടാണ്, പഠിച്ച് വെച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വൈസ് അവൻ തരാറുണ്ട്. മോൻ തന്നെയാണ് ഏറ്റവും വലിയ ക്രിട്ടിക്ക്. അതെ, അവൻ തന്നെയാണ് എന്നെ ഇപ്പം എപ്പോഴും പറയും, നല്ലപോലെ പാട്ട് ഒരുപാട് തവണ കേൾക്കണം, ഒരു ലൈനിൽ ഒരുപാട് സംഗതികളുണ്ട്, അതൊക്കെ പഠിക്കണം. അതായത് ഫീല് കൊണ്ടുവരാൻ എല്ലാവർക്കും പറ്റും, അതിലുള്ള സംഗതികളും ആ ഡൈനാമിക്സ് ഒക്കെ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം എന്നോട് പറയാറുണ്ട് എപ്പോഴും. റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വഴക്കുണ്ടായിരുന്നു? അല്ലെങ്കിൽ അമ്മയും മോനാവുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വരുന്ന അവരുടെ കമന്റ്സ് എനിക്ക് ഇട്ട് തരും. മുജീബിന്റെ കമന്റ്സ് എനിക്ക് കണ്ടോ, അന്നേരം ഇച്ചിരി വിഷമിച്ചാൽ ഇപ്പൊ നല്ലൊരു ഇത് കൊടുക്കാൻ പറ്റില്ലേ അമ്മക്ക്, അത് പറയുമോ എൻ്റെ അടുത്ത്. അവര് ഏറ്റവും നല്ലൊരു അവനും പ്രൗഡാണല്ലോ എൻ്റെ അമ്മയെ കൊണ്ട് പഠിപ്പിച്ചെന്ന് പറയുമ്പോഴുള്ള ഒരു ഇത് അവനും പ്രൗഡല്ലേ. ഓക്കെ, ഏതെങ്കിലും ഒരു 2 വരി പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാട്ടോട് കൂടി ഇത് അവസാനിപ്പിക്കാൻ. രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ, രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ, രജനി പറയൂ, രജനി പറയൂ. ഓക്കെ, താങ്ക് യു ചേച്ചി. ചേച്ചി ധാരാളം സിനിമകളിൽ പാടാൻ പറ്റട്ടെ, ഇനി കുറെ അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.